എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 14-15 തിരുവചനങ്ങളാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും എനിക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഒന്ന് ചേർന്ന് പറഞ്ഞ് എല്ലാവരും പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, 50 വർഷങ്ങൾക്ക് മുമ്പ് തിരുസഭയിൽ വലിയ ഒരു പ്രതിസന്ധി ഈ കാലത്തേത് എന്നതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ് ലോകം ഛിന്ന ഭിന്നമായ കാലം, പട്ടിണിയും ദാരിദ്ര്യവും യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ പ്രബലമായിരിക്കുന്നൊരു കാലഘട്ടം. ഒരു പറ്റം ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി: സഭയ്ക്ക് ഇനി ഈ ലോകത്തൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അധികം കഴിയാതെ സഭയുടെ നാമം ഈ ലോകത്ത് നിന്ന് എടുത്തു മാറ്റപ്പെടും. ലോകത്തിൽ 1/3 ഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രവുമായിട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു അത്. വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് അകലുന്ന കാലഘട്ടം. ഈ സമയത്താണ് 12-ാം പിയൂസ് മാർപ്പാപ്പ എന്ന് പറയുന്ന മാർപ്പാപ്പ മരിക്കുന്നത്. പിന്നീട് മാർപ്പാപ്പയാകാൻ ആളില്ല. നമുക്കറിയാം, കോൺക്ലേവ് എന്ന് പറയുന്നൊരു സമ്മേളനമാണ് നടക്കപ്പെടുന്നത്. വാറ്റിക്കാനിൽ അനുഗ്രഹീതരായ കാർഡിനൽസ് എല്ലാവരും ഒരുമിച്ച് ചേർന്നു. പക്ഷേ മാർപ്പാപ്പ പല പ്രാവശ്യം വോട്ടിട്ടിട്ടും ഒരാളും ഭൂരിപക്ഷം കിട്ടി മാർപ്പാപ്പയായി ഇലക്ട് ചെയ്യപ്പെടുന്നില്ല. 10 പ്രാവശ്യം വോട്ടിട്ടു. 10 പ്രാവശ്യവും നോക്കുമ്പോഴെല്ലാം എല്ലായ്പ്പോഴും കറുത്ത പുക മാത്രമാണ് വരുന്നത്. മാധ്യമങ്ങൾ മുഴുവൻ വന്ന് വറ്റിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ചുറ്റുവട്ടത്തും കാത്തു നിൽക്കുന്നുണ്ട്. മിക്കവാറും ഇതോടുകൂടി എല്ലാം കഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്താൻ 11-ാമത്തെ പ്രാവശ്യം കാർഡിനൽസ് ആളുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഇങ്ങനെയാണ്: 78 വയസ്സ് പ്രായമുള്ള ജോൺ 23-ാമൻ എന്ന മാർപ്പാപ്പയെ മാർപ്പാപ്പയായി ഇലക്ട് ചെയ്യുന്നു. അദ്ദേഹത്തെ മാർപ്പാപ്പയായി ഇലക്ട് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് പ്രായം കൂടുതലുണ്ട് എന്നുള്ള കാരണവും കൂടിയാണ്. ചിലർ പറഞ്ഞു, അവസാനത്തെ മാർപ്പാപ്പ അന്തിക്രിസ്തുവാണെങ്കിൽ എന്തിന് ഞങ്ങൾ മാർപ്പാപ്പയാകണമെന്ന് കരുതി ചിലർ പിന്തിരിഞ്ഞു എന്ന് പോലും കിംവദന്തികളുണ്ട്. സഹോദരങ്ങളെ, മാർപ്പാപ്പയാകാൻ ആളില്ലാതെ അവസാനം 11-ാമത്തെ പ്രാവശ്യം വോട്ടിട്ട് മാർപ്പാപ്പയായ ആളാണ് ജോൺ 23-ാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ. അദ്ദേഹം ഈ പ്രായാധിക്യത്തിലും സഭയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ചിന്തിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അതിനു മുമ്പ് 100 വർഷത്തിലപ്പുറം ഇല്ലാതിരുന്നൊരു സംഭവം നമ്മൾ വളരെ എമർജൻസിയായി ഒരുമിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന സമ്മേളനത്തിൻ്റെ പേരാണ് സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിച്ച മാർപ്പാപ്പ വിശുദ്ധനായിട്ട് മാറി. എങ്കിലും ലോകത്തിൻ്റെ പ്രതിസന്ധികൾ ഇന്നും ഏറെ വലുതാണ്. സഭ ഏറെ ഛിന്ന ഭിന്നമാകുന്നു. അഭ്രപാടികളിലെ സഭയെ ഒറ്റപ്പെടുത്തുന്നു. മാധ്യമങ്ങൾ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന തുലവും ചെറുതാണ്.
ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളായ നമ്മൾ യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത മാത്രം ഈ ബലിയിൽ ഞാൻ പങ്കുവെക്കുന്നു. സഭയെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ, ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു സെഷനിൽ ഞാൻ പങ്കുവെക്കുന്നതാണ്. സഹോദരങ്ങളെ, അന്ന് സഭാപിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന നേരത്ത് അവർ ഒരു വചനം അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സമ്മേളനം ചേർത്തത്. ആ വചനം 2 കൊറിന്ത്യൻസ് 5-ാം അധ്യായം 14-ാമത്തെയും 15-ാമത്തെയും വചനം ആണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അന്നേ വരെ സഭയുടെ ചരിത്രത്തിൽ 4000-ത്തിലധികം പേർ ഒരേ കൂരയുടെ കീഴിൽ അണിനിരന്ന് ഒരേ കാര്യത്തിന് വേണ്ടി ചിന്തിച്ചിട്ടില്ല. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം പിതാക്കന്മാർ, ധാരാളം ആത്മീയ ഗുരുക്കന്മാർ, ധാരാളം ചിന്തകന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ, പഠിതാക്കളായിരിക്കുന്ന വ്യക്തികൾ, ജേർണലിസ്റ്റുകൾ തുടങ്ങി എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നു. പിതാവ് പറഞ്ഞതിങ്ങനെയാണ്: നമ്മൾ ഈ സമ്മേളനം ഒരുമിച്ച് കൂടുന്നതിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. കാലഘട്ടം വലിയ നിരാശയ്ക്ക് ഇട കൊടുക്കുന്നുണ്ടായിരിക്കാം, എല്ലാം തീർന്നു എന്ന് പറയുന്നുണ്ടായിരിക്കാം. എങ്കിലും ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിലകൊള്ളാൻ തയ്യാറായാൽ ഈ കാലഘട്ടത്തിൻ്റെ മേൽ അധികാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. കരമുയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തത്. സത്യത്തിൽ ആ കൗൺസിൽ തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ നമ്മളെ നിർബന്ധിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് മുമ്പേ പോയ ധാരാളം അനുഗ്രഹീതരായ ദൈവ ശുശ്രൂഷകരെ നിർബന്ധിച്ചതുകൊണ്ടാണ് അവർ സ്വകാര്യമായ സകലതും യേശുവിന് വേണ്ടിയും യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയും വലിച്ചെറിഞ്ഞത്. കർത്താവിന് വേണ്ടി, കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിന് വേണ്ടി ചിലത് ഞാൻ നഷ്ടമാക്കാൻ തയ്യാറാകുന്നു എന്നുകൂടിയാണ്. നഷ്ടമാക്കാൻ തയ്യാറാകാത്ത ഇഷ്ടങ്ങളൊന്നും സത്യത്തിൽ ഇഷ്ടങ്ങളേ അല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബന്ധങ്ങളിൽ പോലും അങ്ങനെയാണ്. ഉദാഹരണത്തിന്, ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം കാശാണ് നഷ്ടമാകുന്നത്. ഐസ്ക്രീം മേടിച്ചു കൊടുത്തും ട്രിപ്പിന് കൊണ്ടുപോയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയും എന്തുമാത്രം കാശാണ് അവന് നഷ്ടമാകുന്നത്. മാനുഷികമായ സ്നേഹങ്ങളിൽ പോലും നഷ്ടപ്പെടുത്താതെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. എങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മളെല്ലാവരും യേശുവിന് വേണ്ടി നഷ്ടമാക്കാൻ, ചിലത് മാറ്റിവെക്കാൻ തയ്യാറാകുന്നു എന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രഖ്യാപിക്കുന്ന ദിവസമാക്കി ഈ ദിവസത്തെ നമുക്ക് മാറ്റണം. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ചിലർ നഷ്ടമാക്കിയത് കൊണ്ട് നമ്മൾ ഇന്ന് യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്നു. യേശുവിന് വേണ്ടി ഒരുമിച്ച് ചേരാൻ നമുക്ക് കഴിയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ സുവിശേഷം പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നൊരു മിഷണറി അമേരിക്കയിലെ വെർജീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ വന്ന് ചൈനയിൽ വിശ്വാസമില്ലാത്ത 10,000-കണക്കിന് മനുഷ്യർക്ക് എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ തിരുനാളം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വലിയൊരു പ്രഭു കുടുംബത്തിലെ അംഗമായ ജോൺ ഗ്ലാഡ്സണും മേരി ഗ്ലാഡ്സണും ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ വചനങ്ങൾ, ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ജോൺ ഗ്ലാഡ്സന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി: സത്യത്തിൽ യേശുവിന് വേണ്ടി എന്തുമാത്രമാണ് ഈ ശുശ്രൂഷകനായി മനുഷ്യൻ തൻ്റെ ജീവിതത്തെ വ്യയം ചെയ്തിരിക്കുന്നത്. ഞാൻ യേശുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. സഹോദരങ്ങളെ, യേശുവിൽ നിന്ന് ചില കാര്യങ്ങൾ സ്വീകരിക്കുക മാത്രം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളെ കൊണ്ട് യേശുവിനോ യേശുവിൻ്റെ സഭയ്ക്കോ വലിയ പ്രയോജനമില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. 1 കൊറിന്ത്യൻസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. For this life only you have hoped in Christ. You are the most pitiable people on this earth. ഈ ലോകത്തിലെ ഏറ്റവും പിറ്റിയബിൾ ആയിരിക്കുന്ന ആളുകളാണ്. കാരണം എന്താണ്?
നമ്മുടെ നടുവേദന മാറിയാൽ നമുക്ക് മറ്റൊരു രോഗം വരും. നമുക്കൊരു പ്രശ്നം വന്നാൽ അത് മാറിക്കിട്ടിയാൽ മറ്റൊരു പ്രശ്നം വരും. സഹോദരങ്ങളെ, രോഗം മാറുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, മറിച്ച് എൻ്റെ യേശുവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും മുറിക്കപ്പെടാനുള്ള ചില സാധ്യതകൾക്ക് വേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഒന്ന് ചേർന്ന് പറയാവോ? ഹല്ലേലൂയ. ഇതാ ജോൺ ഗ്ലാഡ്സന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു. ഈ ഞായറാഴ്ച വരെയും ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തത്, പ്രാർത്ഥിക്കാനായിട്ട് പോയത് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവരെ തീറ്റിപ്പോറ്റാൻ, കുടുംബം അനുഗ്രഹീതമായിട്ട് പോകാൻ, ഞങ്ങളുടെ പ്രോപ്പർട്ടികൾ മനോഹരമായി സൂക്ഷിക്കപ്പെടാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വരെയും ദേവാലയത്തിൽ പോയത്. ഈ ചൈനയിലെ മിഷണറിയുടെ പ്രഭാഷണം കേട്ട് വീട്ടിലേക്ക് ചെന്ന ഉടനെ ജോൺ ഗ്ലാഡ്സൺ മേരി ഗ്ലാഡ്സനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മേരി, നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് പ്രയോജനമുള്ളത്? കാരണം ഇതുപോലുള്ള മിഷണറിമാര് യേശുവിന് വേണ്ടി ജീവിച്ചതുകൊണ്ടല്ലേ അവിടെയൊക്കെയും വിശ്വാസത്തിൻ്റെ വെളിച്ചം കിട്ടിയത്. നമുക്കും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണ്ടേ? സഹോദരങ്ങളെ, ഈ ചിന്ത മേരി ഗ്ലാഡ്സന്റെയും മനസ്സിനെ മതിച്ചു. 2 പേരും 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, സുഖകരമായൊരു ജീവിതം നമുക്കുണ്ട്. വലിയ സ്വപ്നങ്ങൾ കണ്ട് നമുക്ക് അമേരിക്കയിൽ ജീവിക്കാം. നമുക്ക് അത് ഒരു സാധ്യത മാത്രമാണ്. രണ്ടാമത്തെ സാധ്യത, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട, നമുക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെട്ട, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്ത, മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത, നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ യേശു കർത്താവിന് വേണ്ടി ശിഷ്ടകാല ജീവിതം നമുക്ക് അർപ്പിക്കാം. മക്കൾ 2 പേരും പറഞ്ഞു, പപ്പ, നമുക്ക് ചൈനയിൽ പോയി യേശുവിനെ കൊടുക്കാം. പ്രഭു കുടുംബത്തിലെ ഇവർ 4 പേരും സ്വന്തമായ സ്വകാര്യമായ സ്വത്തുകൾ ആളുകളെ ഏൽപ്പിച്ചിട്ട് അവർ ചൈനയിലെ ടിബറ്റൻ മേഖലയിൽ പോയി ശുശ്രൂഷ ആരംഭിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഏകപ്പെട്ട മകൾക്ക് പനി ബാധിച്ചു. ശുശ്രൂഷിക്കാനുള്ള വഴികളില്ല. ഭാഷയില്ലാതെയും കഷ്ടപ്പെട്ടും നേരെ ചൊവ്വേ ഭക്ഷണമില്ലാതെയുമാണ് അവർ ദൈവ ശുശ്രൂഷ നടത്തിയത്. അതുകൊണ്ട് തന്നെ മക്കൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കരുതിക്കൊണ്ടിരുന്ന മരുന്നുകളെ മെഡിസിനുകളെല്ലാം തീർന്നു കഴിഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശുശ്രൂഷയോ ചികിത്സയോ ഒന്നും കിട്ടാത്തത് കൊണ്ട് ആ കുഞ്ഞ് മേരി ഗ്ലാഡ്സന്റെ മടിയിൽ കിടന്ന് മരിച്ചു. ജോൺ ഗ്ലാഡ്സനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് ഏകപ്പെട്ട മകൾ മരിച്ചുപോയി. മകനും വന്നു, സ്വന്തം പെങ്ങൾ മരിച്ചതിനെ ഓർത്ത് കാണാനും വേണ്ടിയിട്ട്. സഹോദരങ്ങളെ, 3 പേര് കൂടി വാവിട്ട് കരഞ്ഞു, ഞങ്ങൾ യേശുവേ അങ്ങേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ലേ, ഞങ്ങളുടെ സ്വകാര്യമായ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ഏകപ്പെട്ട എൻ്റെ പെങ്ങൾ മരിച്ചല്ലോ എന്ന് മകൻ, ഏകപ്പെട്ട മകൾ മരിച്ചല്ലോ എന്ന് മാതാപിതാക്കൾ. എങ്കിലും അടുത്ത മുഹൂർത്തത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്ത കൊടുത്തു. മകൾ നഷ്ടമായെങ്കിലും മകൾ എവിടേക്ക് പോയിരിക്കുന്നുവോ അവിടേക്ക് തന്നെ തങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ യേശു കർത്താവ് വരുമെന്ന്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. വീണ്ടും അവർ ടിബറ്റൻ മേഖലയിൽ ആയിരക്കണക്കിന് മനുഷ്യരെ യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. ഭാഷ അവർക്ക് കുറവാണ്, എങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്താൻ അവർക്ക് ബുദ്ധിമുട്ട് വന്നില്ല. ഭക്ഷണം അവർക്ക് കഴിക്കാൻ നേരെ ചൊവ്വേ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഒരുപാട് പേരുടെ സ്നേഹം അവരുടെ ഭക്ഷണവും പാനീയവുമായിട്ട് മാറി. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞു. തങ്ങളുടെ ഏകപ്പെട്ട മകനും പനി ബാധിച്ചു. ശുശ്രൂഷിക്കാൻ വഴികളില്ല. ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് കൊണ്ട് മക്കളെ നേരെ ചൊവ്വിനെ നോക്കാൻ പോലും ഇതാ മേരി ഗ്ലാഡ്സനും ജോൺ ഗ്ലാഡ്സനും അവസരമില്ല. മകന് പനി ബാധിച്ചു. മിനിമം മെഡിസിനൊക്കെ കൊടുത്തിട്ടും അവൻ ജീവനിലേക്ക് വരുന്നില്ല. പല പ്രാവശ്യം അവർ പ്രാർത്ഥിച്ചു, പക്ഷേ പനി മൂർച്ഛിക്കല്ലാതെ കുറഞ്ഞില്ല. ഒരു ദിവസം മേരി ഗ്ലാഡ്സനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോൺ ഗ്ലാഡ്സൺ പറഞ്ഞു, മേരി, നമ്മുടെ മോൻ പനി മാറി അവൻ സൗഖ്യപ്പെട്ടു എന്നിരിക്കുക. ഒരുപക്ഷെ ഏതാനും കാലങ്ങൾ അവൻ നമ്മോടൊപ്പം ജീവിച്ചേക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയല്ല, സൗഖ്യത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവൻ്റെ ആത്മാവ് കർത്താവിൽ ചെന്നുപെടാനാണ്. അവർ 2 പേരും ചേർന്ന് കർത്താവിൽ ആത്മാവ് ചെന്നുപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, 2 ദിവസം കഴിഞ്ഞു. ഒരു സന്ധ്യ നോക്കുമ്പോൾ ആ മകനും മരിച്ചു.
ദുഃഖമുണ്ട്. നേരെ ചൊവ്വനെ അടക്കാൻ സ്ഥലമില്ല. ടിബറ്റൻ മേഖലയിൽ ഒരു കൊച്ചു കുടിലിന് സമീപം അവരൊരു കുഴി മാന്തി അവിടെയും മകനെ അർപ്പിച്ചു. മകനെ അടക്കി അവിടെ ഒരു മരം കൊണ്ടുണ്ടാക്കി ഒരു കുരിശ് കുത്തിവെച്ചു. 2 പേര് കൂടി ഒരു ദിവസം വഞ്ചി തുഴഞ്ഞ് ടിബറ്റൻ മറ്റൊരു മേഖലയിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. പോകുന്നതിനിടയിൽ ഭാര്യ മേരി ഗ്ലാഡ്സന് പനി പിടിച്ചു. മേരി ഗ്ലാഡ്സന് പനി മൂർച്ഛിച്ചു. 3 ദിവസം വഞ്ചി തുഴഞ്ഞ് ഏതാനും ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മിഷണറിമാരുണ്ട്, അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളുണ്ട്. എന്നാൽ അവിടെ വരെ എത്തുന്നതിന് മുമ്പേ മേരി പറഞ്ഞു, നമുക്ക് വഞ്ചി അടുപ്പിക്കാം. വഞ്ചി തീരത്തേക്ക് അടുപ്പിച്ചു, കടവിലേക്ക് അടുപ്പിച്ചു. സഹോദരങ്ങളെ, മേരി ഗ്ലാഡ്സനെ പുറത്തെടുത്തു. മേരി ഗ്ലാഡ്സൺ സ്വകാര്യത്തിൽ ഒരു കാര്യം ജോൺ ഗ്ലാഡ്സന്റെ ചെവിയിൽ ഓതിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളും മരിച്ചുപോയി. തൻ്റെ ഏകപ്പെട്ട ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു. ഇതാ എങ്കിലും ജോൺ ഗ്ലാഡ്സന്റെ സ്വപ്നത്തിന്റെ അതിർത്തികൾ വിശാലമാക്കിക്കൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ആ രാത്രിയിൽ അവൻ ഒരുപാട് നിലവിളിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, കിട്ടാവുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങളും വെർജീനിയയിൽ എനിക്ക് ലഭിക്കാവുന്ന മുഴുവൻ ഭൂസ്വത്തും മറ്റുള്ളവർക്ക് വേണ്ടി തകർത്ത് കളഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ട് എൻ്റെ 2 മക്കളും അവസാനിക്കപ്പെട്ടു ജീവിതം, എൻ്റെ ഭാര്യയും എനിക്ക് കൈവിട്ടു പോയി. ഇതാ ജോൺ ഗ്ലാഡ്സൺ വഞ്ചി തുഴഞ്ഞ് ഇംഗ്ലീഷ് മിഷണറിമാരെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന നേരത്ത് പെട്ടെന്ന് ചെവിയിൽ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഓതിക്കൊടുത്ത വാക്കുകൾ അവൻ്റെ ഉള്ളിലേക്ക് തികട്ടി വരാനായിട്ട് തുടങ്ങി. ഭാര്യ മരിക്കുന്നതിന് പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു? ജോൺ, ഒരിക്കലും നിന്റെ ജീവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി, നീ എങ്ങനെയെങ്കിലും സുഖകരമായി ജീവിക്കുന്നതിന് വേണ്ടി അങ്ങ് സുഖകരമായി ജീവിക്കാവുന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത്. നീ തിരിഞ്ഞ് വീണ്ടും ടിബറ്റൻ മേഖലയിലേക്ക് പോകണം. വിശ്വാസത്തിൻ്റെ ദീപം എത്താത്ത സ്ഥലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി നീ പോകണം. ഞാൻ മരിച്ചാലും നമ്മൾ വീണ്ടും ഒരുമിക്കും സ്വർഗത്തിൽ. നമ്മൾ നിത്യതയിൽ വീണ്ടും ഒരുമിക്കും. സ്വർഗത്തിലെ ഒരേ അപ്പച്ചൻ്റെ മക്കളായ നമ്മൾ ഒരുമിച്ചിരുന്ന് ദൈവത്തിന് ഹല്ലേലൂയ പാടുന്ന ദിവസമുണ്ട്. എൻ്റെ മരണത്തിന് ദുഃഖിക്കരുത്. ജോൺ ഗ്ലാഡ്സൺ ഒരുപാട് നിലവിളിക്കുന്നുണ്ടെങ്കിലും ഈ മേരി പറഞ്ഞ വാക്കുകൾ ഇവൻ്റെ ഉള്ളിൽ വരാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, വഞ്ചി വീണ്ടും തിരിച്ച് തുഴയാനായിട്ട് തുടങ്ങി. ടിബറ്റൻ മേഖലയിൽ പോയി ശുശ്രൂഷ ചെയ്ത് മരിച്ച് അനുഗ്രഹീതനായ ദൈവദാസനായി ഇന്ന് ജോൺ ഗ്ലാഡ്സൺ സ്വർഗത്തിനും ഭൂമിക്കും അനുഗ്രഹമായി മാറുന്നു. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ സ്വകാര്യമായ സ്വപ്നങ്ങൾ നീ തകർത്ത് കളയണം. എൻ്റെ സ്വകാര്യമായ ആഗ്രഹങ്ങൾ തകർത്ത് കളയണം. കർത്താവേ, സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങൾ സഭയ്ക്ക് വേണ്ടിയും അങ്ങേക്ക് വേണ്ടിയും അനുഗ്രഹമാകുന്നതിന് വേണ്ടി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. സഹോദരങ്ങളെ, ഓരോ മിഷണറിയും, യേശുവിന് വേണ്ടി ജീവിച്ച ഓരോ വ്യക്തിയും അവർ നഷ്ടങ്ങൾ സഹിച്ചും കഷ്ടങ്ങൾ സഹിച്ചുമാണ് യേശുവിന് വേണ്ടി ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞത്: സ്വർഗത്തിലേക്ക് വരുന്ന ഒരാത്മാവിനെ കാത്ത് സ്വർഗത്തിൻ്റെ കവാടത്തിൽ മുറിവേറ്റ യേശു കാത്തു നിൽക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് ആത്മാവ് വരുന്ന നോക്കിക്കൊണ്ട് സ്വർഗത്തിൻ്റെ കവാടത്തിൽ മുറിവേറ്റ യേശു കാത്തു നിൽക്കുന്നുണ്ട്. അവൻ വരുന്ന ഓരോ വ്യക്തിയുടെയും ഇരു കൈകളിലും കാലുകളിലും നെറുകയിലും നോക്കും, മുറിവുകൾ ഏറ്റിട്ടുണ്ടോ എന്ന്. യേശുവിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും മുറിവുകൾ ഏൽക്കുന്നതാണ് യേശു ഒരിക്കലും മാച്ചു കളയാൻ കഴിയാത്ത, ഒരിക്കലും യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു വിശ്വാസിയായി, ഒരു ദൈവദാസനും ദൈവദാസിയുമായി നമ്മൾ മാറുന്നതിൻ്റെ അടയാളം. സഹോദരങ്ങളെ, ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ നിന്ന് നേടുന്നതിനേക്കാൾ യേശുവിന് വേണ്ടി നഷ്ടമാക്കുമ്പോൾ നമ്മൾ യേശുവിനാൽ ശ്രദ്ധിക്കപ്പെടുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് കടന്നുപോയ സഹനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം
23 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ഉന്മത്തനെ പോലെ ഞാനും ഇങ്ങനെ പറയുന്നു, ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. വളരെ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ ഞാൻ ഉപവാസമനുഷ്ഠിച്ചു, എണ്ണമറ്റ വിധം ഞാൻ പ്രഹരമേറ്റു, പല തവണ ഞാൻ മരണവക്ത്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽ ഞാൻ പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഞാൻ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദിയിൽ വെച്ചും സ്വന്തക്കാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും വിജാതിയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരങ്ങളിൽ വെച്ചും വിജനപ്രദേശങ്ങളിൽ വെച്ചും കടലിൽ വെച്ചും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ കഴിഞ്ഞു പോന്നു. ഇവയ്ക്ക് പുറമെ സകല സഭകളെക്കുറിച്ചുമുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. സഹോദരങ്ങളെ, എന്തിനു വേണ്ടി ഈ പൗലോസ് ഇത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തു? എന്നെയും നിങ്ങളെയും പോലെ പൗലോസും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. യേശുവിൻ്റെ ദേഹത്ത് പൗലോസും എന്നെയും നിങ്ങളെ പോലെ അവൻ്റെ തിരുനിണത്തിൽ തിരുമുറിവിൽ അവരും സ്പർശിച്ചിട്ടില്ല. ഉന്നത കുലത്തിലെ ആളാണ് പൗലോസ്, ഉന്നതനായ പരീശൻ. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയും, ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണ് ഞാൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. ഇതാ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. എന്നിട്ടും ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് കൂടുതൽ വിലയുള്ളതാകയാൽ സകലതും ഞാൻ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയുന്നു. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നഷ്ടങ്ങൾ സഹിച്ച പൗലോസിൻ്റെ കഥയാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. യേശുവിന് വേണ്ടി നമ്മൾ എന്തുമാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നേ വരെ എനിക്കോ നിങ്ങൾക്കോ കടലിൽ ഒഴുകി നടക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. എനിക്കോ നിങ്ങൾക്കോ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ നിങ്ങൾക്കോ സ്വന്തക്കാരിൽ നിന്നും മർദ്ദിക്കപ്പെട്ട് 1 കുറയെ 40 അടിക്ക് പകരം ഒരു 10 അടിയെങ്കിലും കൊള്ളേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എന്ത് മുറിവുകളാണ് യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ ശരീരത്തിലുള്ളത്. ഓ കർത്താവേ, ഈ സമൂഹത്തിൻ്റെ സ്വകാര്യമായ സ്വപ്നങ്ങളെ ഈ മണിക്കൂറിൽ ചിതറിച്ച് കളയണമേ. സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ഈ സമൂഹത്തെ അനുവദിക്കണമേ. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലം എന്തായിരുന്നു സഹോദരങ്ങളെ? ഫലം പുതിയ നിയമത്തിൻ്റെ പകുതി ഭാഗവും എഴുതാൻ ഈ പൗലോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചു. പൗലോസ് കടന്നുപോയ സഹനങ്ങൾ അവൻ അനുഗ്രഹമാക്കി മാറ്റി. പുതിയ നിയമത്തിൻ്റെ പകുതി ഭാഗങ്ങൾ ആ മനുഷ്യനിലൂടെ കുറിച്ചെഴുതാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചു. സഭയിൽ പൗലോസിനോളം അറിയപ്പെടുന്നൊരു തിയോളജിയനില്ല, ഒരു ദൈവശാസ്ത്രജ്ഞനില്ല. അവനെ പഠിച്ചിട്ടും മതി വരുന്നില്ല. അവൻ എന്തുകൊണ്ട് യഹൂദ മതത്തെ ഉപേക്ഷിച്ചുവെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരു പ്രീശനായവൻ, ഒരു പുരോഹിതനായവൻ എന്തിനു വേണ്ടി അത് മാറ്റിവെച്ചെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സ്നേഹം അവനെ വേട്ടയാടി. ആ സ്നേഹത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടാൽ പിന്നെ മോചിതമാവുക സാധ്യമല്ല. ആ സ്നേഹം നമ്മളെ തകർത്ത് കളയും. ആ സ്നേഹമല്ലേ ലോകത്തെ കീഴടക്കിയ സ്നേഹം? ആ സ്നേഹമല്ലേ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി യേശുവിൻ്റെ സുവിശേഷം കൊടുക്കാൻ മിഷണറിമാരെ അനുവദിച്ച സ്നേഹം? ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറോപ്യൻ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം. 4 മില്യൺ ജനങ്ങൾ മാത്രമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ആളുകളെ ഉള്ളൂ അവിടെ. ആ രാജ്യമാണ് ആകാശത്തിന് കീഴിൽ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഏക രാജ്യം ഇന്നും ഉള്ളതിൽ. സഹോദരങ്ങളെ, ആ രാജ്യത്തിൻ്റെ നിർമ്മിതിയുടെ കഥ വളരെ ശ്രദ്ധേയമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പാട്രിക് എന്ന് പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ
കടൽ കൊള്ളക്കാർ ആക്രമിച്ച് കൊണ്ടുപോയി. 14 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അവൻ കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട ആ വിങ്കിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ കൊള്ളക്കാരിൽ ഒരുവനായി, അല്ലെങ്കിൽ അവരുടെ അടിമത്തത്തിലാണ് അവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. 20 വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് അവന് വഴി പറഞ്ഞു കൊടുത്തു. ആ വഴി ഉപയോഗിച്ച് അവൻ ബ്രിട്ടനിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട് അയർലൻഡിലേക്ക് പോകപ്പെട്ട പാട്രിക് വീണ്ടും തിരിച്ച് സ്വന്തം ദേശത്തെത്തി. അവനൊരു പഠിച്ചു, വൈദികനായി, മെത്രാനായി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം വിശ്രമിക്കുന്ന സമയം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഒരു സാധാരണ ഒരു മെത്രാനായി ഞാൻ ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? സാധാരണ വലിയൊരു കംഫർട്ട് സോണിൽ ഞാൻ കഴിയുന്ന ഒരു വൈദിക ശ്രേഷ്ഠനായിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്? പ്രത്യേകിച്ചും വിശ്വാസത്തിന് യാതൊരു ചലഞ്ചുമില്ലാത്ത ഒരു ദേശത്ത് വസിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏറെ ഉഴലിയ, ഏറെ വിവശമായ ഒരു രാത്രിയിലാണ് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനം അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് കൊടുത്ത ദർശനം എങ്ങനെയായിരുന്നു? നീ ആയിരിക്കുന്ന ബ്രിട്ടൻ ഉപേക്ഷിച്ചുകൊണ്ട് നീ കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പേ പോയ ആ ദേശത്തേക്ക് പോവുക. അങ്ങനെ അദ്ദേഹം അയർലൻഡിൽ ചെന്നു. ആ അയർലൻഡിൽ ചെന്ന് അദ്ദേഹം രാവും പകലും ഫ്രീസ്ഡായ ക്ലൈമറ്റുള്ള രാജ്യമാണത്. ആ ഫ്രോസനായ ക്ലൈമറ്റിൽ ചൂടോ തണുപ്പോ വകവെക്കാതെ രാവും പകലും ആ മനുഷ്യൻ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു.